الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا أشرف مولود صلى الله على محمد وعلى آله ما سبح ملك في سجود اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد صدق الله العلي العظيم. സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുകയും അവൻ്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നാം നിർവഹിച്ചു പോന്ന എല്ലാ സൽക്കർമ്മങ്ങളും, ഖുർആൻ പാരായണം, രാത്രിയിലെ നമസ്കാരങ്ങൾ, ഫർളായ നമസ്കാരങ്ങൾ, സദഖ, സക്കാത്തുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. റമദാൻ തുടങ്ങിയ ദിവസം തീരാറായി എന്ന് ആലോചിക്കുന്ന ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് വളരെ വേഗത്തിൽ ഒരു മാസം സഞ്ചരിച്ചു പോയത് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നുണ്ടാവാം. കഴിഞ്ഞ 27 ദിനങ്ങളിൽ ഇന്ന് 28ാമത്തെ നോമ്പാണ്. 29ാം രാവിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ പ്രവേശിക്കും. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ രാവിലേക്ക് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവസാനത്തെ പ്രാധാന്യമുള്ള രാവിലേക്ക് എന്ന് അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ റമദാനിനോട് വിട പറയുമ്പോൾ നാം എന്താണ് റമദാനിൽ നിന്ന് സ്വീകരിച്ചത്, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന വിലയിരുത്തൽ നല്ലതാണ്. ടേക്ക് അവേയ്സ് എന്ന് പറയുമല്ലോ. നാം എന്താണ് അതിൽ നിന്ന് കയ്യിൽ പോണ പോക്കിലെടുത്തത് എന്നുള്ളതാണ്. ഒരു മാസം കഴിഞ്ഞു പോയപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്തേക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ നോമ്പുകൾ ബാക്കി വെച്ചത് എന്ന ആലോചനയാണ് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. പരിശുദ്ധ ഖുർആനിൽ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പനയാണത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാനികളായി മാറൂ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. റബ്ബാനിയാവുക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ആളാവുക എന്നാണ്. അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ആളായി മാറുക. നിങ്ങൾ റമദാനിൽ ഏറ്റവും കൂടുതൽ നാം എല്ലാവരും പ്രാധാന്യം കൽപ്പിച്ചത് ഖുർആൻ പാരായണത്തിനും അതിൻ്റെ പഠനത്തിനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കുമായിരുന്നു. ഇപ്പോൾ രാത്രിയിലെ നമസ്കാരം എന്നുള്ളത് നമസ്കാരമായിരിക്കുമ്പോൾ തന്നെ ഖുർആൻ പാരായണമാണ് ആ നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് നോമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ആ നോമ്പിനെ എടുത്തവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് എന്നതുപോലെ ഖുർആനും വരും. അള്ളാഹുവെ, എന്നെ പാരായണം ചെയ്യുക വഴി രാത്രിയിൽ നമസ്കരിക്കുകയും ഉറക്കമൊഴിക്കുകയും ചെയ്തവനാണ് ഇയാൾ, അതുകൊണ്ട് അയാളുടെ പേരിൽ ഞാൻ നടത്തുന്ന ശുപാർശ സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം തന്നെയാണ് ഖുർആനിൻ്റെ പഠനവും അത് ഓതിക്കൊണ്ടുള്ള നമസ്കാരവും ഇതൊക്കെയായിരുന്നു ധാരാളമായി നാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക വഴിയാണ് അതിൻ്റെ ഫലമുണ്ടായിത്തീരുന്നത്. റമദാനിയാവാതിരിക്കുക, റബ്ബാനിയാവുക. ഖുർആനിൻ്റെ കൽപ്പനയാണ് റബ്ബാനിയാവുക. റബ്ബ് എന്നുമുണ്ട്, റമദാൻ തീർന്നുപോയി, റമദാൻ തീരാനിരിക്കുകയാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും മരണമില്ലാത്ത
റബ്ബിന്റെ ആളായി മാറുവാൻ ഖുർആൻ പഠിക്കൂ, ഖുർആൻ പഠിപ്പിക്കൂ, അത് പ്രാവർത്തികമാക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. റമദാനിയല്ല റബ്ബാനിയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട ദിനങ്ങളാണ് റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാനിൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ ഗുണങ്ങൾ നാം ആർജിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച ചെയ്യുക, പൊറുക്കുക, ക്ഷമിക്കുക, സഹാനുഭൂതി കാത്തു സൂക്ഷിക്കുക, അപരനെ സഹായിക്കുക, അസൂയ, കുടിലത തുടങ്ങിയിട്ടുള്ള ദുർഗുണങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ അധികം സൽഗുണങ്ങൾ. ഇത് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ നാം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു അള്ളാഹുവിനോട് നാം ചോദിച്ചതും. അള്ളാഹുവിനോട് പാപമോചനം തേടിയ ദിനരാത്രങ്ങൾ ആണ് കഴിഞ്ഞു പോയത്. അവസാനത്തെ പത്തിൽ പ്രത്യേകമായി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അഫുവിനെ, വിട്ടുവീഴ്ചയെ നാം അള്ളാഹുവിനോട് ചോദിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തെ തേടി, ഈ കാര്യങ്ങൾ മുഴുവൻ നാം അള്ളാഹുവിനോട് തേടി, അതുവഴി നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാവുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് നാം ഒരു കാര്യം ചോദിച്ചു, അള്ളാഹ് തരാൻ റെഡിയാണ്, പക്ഷേ നിങ്ങളിൽ അതുണ്ടോ എന്നതുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കും എന്നുള്ളതാണ്. നാം അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചോദിക്കുന്നു, നമ്മൾ ആർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, നാം ആർക്കും പൊറുത്തു കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ ആ ഗുണം ഏത് രൂപത്തിലായിരിക്കും നമ്മളിൽ, അല്ലെങ്കിൽ അതിന്റെ ഫലം ഏത് രൂപത്തിലാണ് നമുക്ക് ലഭ്യമാവുക? ഒരു സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഫ്ക് സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാദിസത്തുൽ ഇഫ്ക് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട സംഭവമാണത്. ആ ആരോപണ സംഭവത്തിൽ ആളുകൾ പലതും പറഞ്ഞു കിടന്നു, പ്രത്യേകിച്ച് മുനാഫിഖുകൾ. ചില വിശ്വാസികൾക്കിടയിലും ഒരുപക്ഷെ പുതുമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളായിരിക്കാം, ശരിയായി കാര്യങ്ങൾ മനസ്സിലാകാത്തവരോ ഒക്കെ ആയിരിക്കാം, ഈ തെറ്റിദ്ധാരണ അവർ വിശ്വസിച്ചു പോയി. അല്ലെങ്കിൽ അവർക്കും അതിൽ ഒരു ചെറിയ സംശയമുണ്ടായതുപോലെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതത്വത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സഹായങ്ങൾ കൊടുക്കാറുണ്ട്, സാമ്പത്തിക സഹായം. ഈ സംഭവത്തിൽ ഇദ്ദേഹവും ഭാഗവാക്കായി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അബൂബക്കറിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. വലിയ സങ്കടമുണ്ടായി. ഞാൻ സഹായം കൊടുക്കുന്ന മനുഷ്യൻ തന്നെ എൻ്റെ മകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗവാക്കായി മാറി എന്നത് അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടാക്കി. 10-40 ദിവസങ്ങൾക്ക് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അവർക്ക് നേരെ ഉണ്ടായിരുന്ന ആരോപണത്തിൽ പരിശുദ്ധ ഖുർആൻ വിശദീകരണവുമായിട്ട് ആയത്ത് ഇറങ്ങുന്നത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സന്ദർഭത്തിൽ സൂറത്തു അഹ്സാബിലല്ല, സൂറത്തു നൂറിലാണ്. ഫഅൻസലല്ലാഹു ഇന്നല്ലദീന ജാഊക ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങൾക്കിടയിലുള്ള ചെറിയൊരു വിഭാഗമാണ് ഈ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ നേർക്കുള്ള ആരോപണത്തിൽ അവരെ വിമുക്തയാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി. ഇത് വലിയ സന്തോഷം അവർക്കൊക്കെ ഉണ്ടായി. അപ്പൊ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹിനുള്ള സഹായം ഞാൻ കൊടുക്കൂല. ഇതുവരെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇതിൽ അദ്ദേഹവും ഭാഗവാക്കായി. 40 ദിവസങ്ങൾക്ക് ശേഷമാണ് ആയിഷയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ അബൂബക്കറിന്റെ തീരുമാനത്തിന് ഉടൻ അള്ളാഹുവിന്റെ മറുപടി വന്നു. അപ്പൊ തന്നെ അള്ളാഹു ആയത്തിറക്കിയതാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരായ ആളുകൾ, വസ്സഅതി, ജീവിതത്തിൽ വിശാലതയും സമ്പന്നതയും ഒക്കെയുള്ള ആളുകൾ ഒരിക്കലും ഈ രൂപത്തിൽ സത്യം ചെയ്ത് തീരുമാനമെടുക്കാൻ പാടില്ല. അയ്യുതു ഉലിൽ ഖുർബ വൽ മസാകിന വൽ മുഹാജിരിന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ മുഹാജിറുകളായ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തവരായ, അതുപോലെ മസാക്കിനുകളും ഉലുൽ ഖുർബ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തിവെക്കും എന്ന് സമ്പന്നർ തീരുമാനിക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യണം, ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ അള്ളാഹു നിങ്ങളോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട്, മനുഷ്യരോട് പൊറുക്കുക, മനുഷ്യരോട് അഫു ചെയ്യുക, മനുഷ്യരോട് സഫ ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ ആ സമയത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാപ്പ് പറഞ്ഞു എന്നാണ്. ഈ മിസ്തഹിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ ഇനി നിർത്തലാക്കുകയില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയും കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നാം റമദാനിൽ ചോദിച്ച കാര്യങ്ങൾ, വിട്ടുവീഴ്ചയും പാപമോചനവും മഗ്ഫിറത്തും, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
പ്രാവർത്തികമാക്കുക വഴിയാണ് നാം ഒരു റമദാനി അല്ല എന്ന് തെളിയിക്കേണ്ടത്. അങ്ങനെയാണ് തെളിയിക്കേണ്ടത്. നാം റബ്ബാനിയാണ്, റമദാനി അല്ല. റമദാനി എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റബ്ബാനി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമായിരുന്നു മറ്റൊരു കാര്യം. ഇത് നാം നിലനിർത്തേണ്ടതുണ്ട്. 30 ജുസ്ഉം പാരായണം ചെയ്യാനുള്ള ശ്രമം നാം നടത്തി. ഖുർആനുമായി ബന്ധപ്പെട്ട കുറേയധികം ക്ലാസ്സുകളിൽ പങ്കെടുത്തു. നാം സ്വയം തന്നെ പഠിച്ചു. പരലോകത്ത് വഖാല റസൂലു, പ്രവാചകൻ ഇപ്രകാരം പറയുന്ന ഒരു സന്ദർഭമുണ്ട്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ റബ്ബേ, ഈ ജനം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞിരുന്നു. അത് പറയുന്നു. ആ കൂട്ടത്തിൽ നാം പെട്ടുപോവാതിരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഖുർആനുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാനും അത് പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നതുകൂടി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ മറ്റു കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം പാലിച്ച ഒരു പ്രധാന കാര്യമായിരുന്നു രാത്രിയിലെ ഖിയാമുൽ ലൈൽ. അത് തറാവീഹിന്റെ രൂപത്തിലും അതുപോലെ തന്നെ തഹജ്ജുദിന്റെ രൂപത്തിലും ഒക്കെയായിട്ട് നാം ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ടുണ്ട്, പള്ളിയിലും ഒറ്റക്കായും ഒക്കെ. ആ നമസ്കാരം എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. റമദാനിലാകുമ്പോൾ അത് തറാവീഹ് എന്ന പേരിൽ പ്രത്യേകമായ നമസ്കാരമാണെങ്കിൽ, നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു റക്അത്തെങ്കിലും വിത്റായിട്ട് നമസ്കരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും ഒരു ദിവസം രാത്രിയിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഉടനെയോ, അതല്ലെങ്കിൽ രാവിലെ ഫജ്റിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റുകൊണ്ടോ ഒക്കെ നിർവഹിക്കേണ്ടുന്ന ഒരു നമസ്കാരമാണ്. മിനിമം ഒരു റക്അത്ത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിത്ർ എന്നാണല്ലോ പറയുന്നത്. ഒറ്റ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഒറ്റയാക്കിയിട്ട് അവസാനിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിനും ഒരൊറ്റ റക്അത്തിനും അത് പറയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അതൊരു ശീലമായി മാറുക. അതുപോലെ തന്നെ ഇനി അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേകമായി തഹജ്ജുദ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ വിത്ർ. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നമുക്കൊരു കസ്റ്റമൈസ് ചെയ്ത ഒരു പ്ലാൻ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമസ്കാരത്തോട്, ഖിയാമുൽ ലൈലിനോട്, റമദാനോട് കൂടി വിട പറയരുത് എന്നതും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല വഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യകാലത്ത് ഇറങ്ങിയ സൂറകളിൽ ഒരു സൂറയാണ് സൂറത്ത് മുസ്സമ്മിലും മുദ്ദസിറും. അതിൽ ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, അതിന്റെ പകുതി അല്ലെങ്കിൽ അതിന്റെ 1/3 ഭാഗം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അത് നിർവഹിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. കാരണം പകലിൽ താങ്കൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാനും ഒരുപാട് ഓടാനുമുള്ളതാണ്. അതിന്റെ ഊർജ്ജമാണ് രാത്രിയിലെ നമസ്കാരം എന്നാണ് പ്രവാചകനോട് അല്ലാഹു പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകത്വം എന്ന് പറയുന്ന ഗുണം, നുബുവ്വത്ത് എന്ന് പറയുന്ന ശക്തി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ആദ്യഘട്ടത്തിൽ വായിക്കാൻ കൽപ്പിച്ചതിന് ശേഷം നമസ്കരിക്കാനാണ് കൽപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിലും പ്രവാചകൻ ഉള്ളതുപോലെ എല്ലാ ദിവസവും നിർബന്ധമായി നമുക്ക് നിർവഹിക്കേണ്ടുന്ന നമസ്കാരം അല്ലെങ്കിൽ പോലും നമ്മുടെ ശീലങ്ങളിൽ അത് വിട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു റക്അത്തെങ്കിലും നമസ്കരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കണം. അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ ചരിത്രത്തിൽ ഇപ്രകാരം അത് കാണാൻ കഴിയുന്നതാണ്. ഉമർ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കും. അദ്ദേഹത്തിന് ഉറപ്പാണ് ഞാൻ എഴുന്നേൽക്കും എന്ന കാര്യത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേൽക്കും, പക്ഷേ അഥവാ എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് രാത്രിയിൽ ആ മിനിമം എങ്കിലും നമസ്കരിച്ചുകൊണ്ട് ഉറങ്ങാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിറിൽ ലൈലി ഫൽയൂതിർ അവ്വലഹു. രാത്രിയുടെ അവസാനത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്നാരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിസ്കരിച്ചിട്ട് അവൻ ഉറങ്ങട്ടെ. വമൻ തമിഅ യഖൂമ ആഖിറഹു ഫൽയൂതിർ ആഖിറൽ ലൈൽ. രാവിലെ എഴുന്നേറ്റ് ഫജ്റിന് മുമ്പ് നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ അങ്ങനെയും അത് ചെയ്യട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈലി മഷ്ഹൂദത്തുൻ വദാലിക അഫ്ളൽ. പ്രഭാതത്തിൽ ഫജ്റിന് മുമ്പുള്ള നമസ്കാരം മാലാഖമാരുടെ സാന്നിധ്യത്തിലായിരിക്കും നിങ്ങൾ നിർവഹിക്കുക. അതുകൊണ്ട് അതാണ് രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്കുണ്ടായിരിക്കണം. മിനിമം രാത്രിയിലെ നമസ്കാരം എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊരു പ്ലാൻ ആയിട്ട് അത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിലൊന്നും ഒരു നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു ശീലമോ ഉണ്ടാവാതിരിക്കുക. അതേ സമയത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ശീലം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോമ്പായിരുന്നു റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്നത്. ആ നോമ്പും റമദാനോട് കൂടി അവസാനിക്കുന്നില്ല. ഫർളായ നോമ്പ് റമദാനിലെ 30 മാത്രമാണ്. പക്ഷേ
ബാക്കിയുള്ള ദിനങ്ങളിൽ കൂടി നമുക്ക് സുന്നത്തായ നോമ്പുകൾ എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കാൻ സാധിക്കുക, മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന്, ഇങ്ങനെ അത് ഓരോരുത്തരുടെയും കഴിവും യോഗ്യതയും കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സുന്നത്തായ നോമ്പുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റരുത്. അത് ആ രീതിയിൽ ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. തിങ്കൾ വ്യാഴം സുന്നത്തായ നോമ്പുകൾ, എല്ലാ അറബി മാസങ്ങളുടെയും 13, 14, 15 അയ്യാമുൽ ബീദ് എന്ന പേരിലുള്ള സുന്നത്ത് നോമ്പുകൾ, റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലിലെ 6 നോമ്പ് എന്ന് നമ്മൾ പറയാറുള്ള ഷാബാനിലെ നോമ്പ്, അതുപോലെ സുന്നത്തായ നോമ്പുകൾ മുഹറത്തിലെ ആഷൂറ താസുഅ നോമ്പുകൾ, അറഫ നോമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് നോമ്പുകൾ ധാരാളമുണ്ട്. ആ സുന്നത്ത് നോമ്പുകളിൽ ഒരു ചെറിയ ശീലം നമുക്കുണ്ടായിരിക്കണം. അതിന്റെ ആരോഗ്യപരമായ ബെനിഫിറ്റുകളെ കുറിച്ച് നമുക്കറിയാം. അതിനേക്കാളപ്പുറത്ത് നമ്മുടെ മോട്ടീവ് അള്ളാഹുവിന്റെ പ്രതിഫലവും അവനോടുള്ള ആരാധനയുമാണ്. ആ രീതിയിൽ അതും ശീലമാക്കാൻ സാധിക്കുക. ആകെ മൊത്തത്തിൽ പരിശുദ്ധ റമദാൻ എന്താണോ നമുക്ക് നൽകിയത് അതിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളെ ലളിതമായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പ്രയാസകരമായ കാര്യമായിട്ട് ആരും കാണേണ്ടതില്ല. ഇസ്ലാം ഒരിക്കലും ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി ഒരു പൊതുനിർദ്ദേശമായി പറഞ്ഞുകൊണ്ട് ഖുതുബ അവസാനിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പായ ഉണ്ടായിരുന്നു. ആ പായയിൽ റസൂൽ രാത്രി കിടന്നുറങ്ങാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനും ചില സമയത്തൊക്കെ ആ പായ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പകലിൽ റസൂൽ അത് വിരിച്ചിട്ട് അതിൽ ഇരിക്കാറുണ്ടായിരുന്നു. അതിഥികൾ വന്നാൽ അതിൽ ഇരുത്താറുണ്ടായിരുന്നു. അങ്ങനെ റസൂലിൻ്റെതായിട്ട് സ്വന്തമായ ഒരു പായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ഇത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലിന്റെ പായയെക്കുറിച്ച് ആളുകൾക്കൊക്കെ അറിയാം, സഹാബത്തിനൊക്കെ അറിയാം ഇത് റസൂലിന്റെ പായാണ്. ഈ പായ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. ആ പായയിൽ റസൂൽ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആളുകൾ അതുപോലെ ചെയ്യാൻ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ആരാധനകൾ, നമസ്കാരമൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇപ്രകാരം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂൻ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, എന്നെ കോപ്പി അടിക്കേണ്ടതില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും മടുപ്പ് വരികയില്ല, പക്ഷെ നിങ്ങൾക്ക് മടുപ്പ് വരും. നിങ്ങൾ ധാരാളം കർമ്മങ്ങൾ അമിതമായി ചെയ്താൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ട് അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പറ്റുന്നത് ചെയ്യലാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം തരാൻ അള്ളാഹുവിന് ഒരിക്കലും മടിയോ മടുപ്പോ ഇല്ല, അവൻ തന്നുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ മടുപ്പ് വരാത്ത രീതിയിൽ നിങ്ങളുടേതായ ഒരു പ്ലാനോട് കൂടി കാര്യങ്ങൾ ചെയ്യൂ. വഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി മാ ദാമ വഇൻ ഖല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മരീതി എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് എത്ര ചെറുതാണെങ്കിലും, കുറേ കാര്യങ്ങൾ ആവേശത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നതിനേക്കാൾ നിങ്ങൾ എല്ലായ്പ്പോഴും നൈരന്തര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെറിയ കർമ്മങ്ങൾ പതിവാക്കുന്നതിനെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതൊരു കർമ്മ രീതിയാണ്, ഒരു മെത്തേഡാണ്. അത് എല്ലാ ഇസ്ലാമികമായ കർമ്മങ്ങളിലും പാലിക്കാനുള്ള ഒരു മെത്തഡോളജി ആയിട്ട്, ഒരു രീതിശാസ്ത്രമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രത്യേകിച്ച് ആരാധനാ കാര്യങ്ങളിൽ പഠിപ്പിച്ച ഒരു കാര്യമായിട്ട് കൂടി അതിനെ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാനും റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനൊക്കെയുള്ള പ്രാർത്ഥന നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബാനിയായി തീരുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമദാൻ അവസാനിക്കുമ്പോൾ റമദാനിൽ വന്നുപോയ ചെറിയ എന്തെങ്കിലും പിഴവുകളൊക്കെ മനുഷ്യരാണ്. ആ പിഴവുകൾ കൂടി അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടാണ് നാം പോവേണ്ടത്. അതിന് വേണ്ടി കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ കൽപ്പിച്ച ഒരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ആ സകാത്തുൽ ഫിത്ർ നമസ്കാരത്തിന് മുമ്പ്, ഈദ് നമസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സദ്ദഖ ഖബ്ല സ്വലാത്തി ഫഇന്നഹു സദഖത്തുൻ ഇന്നഹു സകാത്തുൽ ഫിത്ർ. അതാണ് ഔ കമാ ഖാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീട്ടിയാൽ അതാകുന്നു സകാത്തുൽ ഫിത്ർ. ആരെങ്കിലും നമസ്കാരത്തിന് ശേഷമാണ്, വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഇന്നഹ സദഖത്തുൻ മിന സദഖാത്ത്, നമസ്കാരത്തിന് ശേഷമാണ് ഒരാൾ അത് കൊടുക്കുന്നതെങ്കിൽ അത് സാധാരണ ഒരു സദഖയായിട്ട് മാത്രമേ മാറുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അയാളുടെ ചുമതലയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാത്ത ഒന്നാണ്. തലക്കാണ് സക്കാത്ത്, അല്ലാതെ നമ്മുടെ സക്കാത്ത് കൊടുക്കുന്നത് പോലെ സമ്പത്തിന്റെ സക്കാത്ത് അല്ല സക്കാത്തുൽ ഫിത്ർ. അത് ഓരോ തലയുടെയും ഓരോ വ്യക്തിയുടെയും സക്കാത്താണ്. അത് ചെറിയൊരു കുട്ടിയാണ് നമസ്കാരത്തിന് മുമ്പ് ജനിച്ചതെങ്കിൽ ആ കുട്ടിക്ക് പോലും അതിന്റെ പിതാവിന്റെ മേൽ അത് കൊടുക്കാൻ ബാധ്യത ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ്. അപ്പം അത് വാങ്ങാനും വിതരണം ചെയ്യാനൊക്കെയുള്ള സംവിധാനം നമ്മുടെ കുവൈറ്റിലും ഉണ്ട്. KIG പ്രവർത്തകർ അത് സംഘടിപ്പിക്കുന്നുണ്ട്. 1 ദീനാറാണ് സക്കാത്തുൽ ഫിത്റിന്റെ ഒരു വ്യക്തിക്കുള്ള ചാർജ്. അത് കൊടുക്കുന്ന ആളുകൾ അതിന്റെ സമയത്ത് നിർവഹിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.